ഹലോ, വീണ്ടും കുഞ്ഞൊരു സെയിൽ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാം. വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട്. DTDC സ്പീഡ് പോസ്റ്റ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ നമുക്കുള്ളൂ. വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസ് അല്ലാതെ നമുക്ക് കാറ്റലോഗ് ഉണ്ട്. കാറ്റലോഗ് വഴി നിങ്ങൾക്ക് പ്ലാൻസുകൾ ഓർഡർ ചെയ്യാം. സെയിലിനായിട്ടുള്ള ആദ്യത്തെ പ്ലാന്റ് കാണിക്കുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയ ട്യൂബ്രോസിൻ്റെ തൈകളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇതിൻ്റെ മൂട്ടിൽ കിഴങ്ങുണ്ട്, അതുകൊണ്ട് തന്നെ പ്ലാന്റ് നശിച്ചു പോയാലും പിന്നീട് കിഴങ്ങിൽ നിന്ന് പുതിയ തൈകൾ കിളിർത്ത് വരുന്നതായിരിക്കും കേട്ടോ. ചിലത് ഇതുപോലെ നല്ല ബുഷായിട്ടുള്ള തൈകളായിരിക്കും. അപ്പോൾ 70 രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത്. അടുത്തത് നല്ലൊരു പൂമരമായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന രാജമല്ലിയുടെ തൈകളാണ്. രാജമല്ലിയുടെ യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ്സിൻ്റെ സൈസുകളാണ് ഈ കാണിക്കുന്നത്. റേറ്റ് വരുന്നത് 60 രൂപ. ഇതിൻ്റെ തന്നെ പിങ്ക് നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. വളരെ കുറച്ച് തൈകൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അടുത്തത് ഒരു നാടൻ ചെമ്പരത്തിയാണ് കേട്ടോ. നമ്മുടെ മുളക് ചെമ്പരത്തി എന്നൊക്കെ പറയും, പക്ഷേ അതിനേക്കാളും കുഞ്ഞ് ചെമ്പരത്തിയാണ്. നമ്മൾ പിക്ചറിൽ കാണിക്കുന്ന ഫ്ലവറിനേക്കാളും ചെറിയ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. റേറ്റ് വരുന്നത് 45 രൂപയാണ്. പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ്. അടുത്തത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ. ബിഗ്നോണിയ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. അത്യാവശ്യം വള്ളി വീശി തുടങ്ങിയ നല്ല വലിയ പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. റേറ്റ് വരുന്നത് 70 രൂപയാണ്. പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ്. സ്റ്റിക്കിലൊക്കെ പടർത്തി വളർത്താൻ പറ്റും. അടുത്ത പ്ലാന്റ് വരുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ് ആയ ലാങ്ങി പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ. ഇതുപോലുള്ള ഫ്ലവറൊക്കെ വന്ന് തുടങ്ങിയ തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഹൈബ്രിഡ് വെറൈറ്റിയിൽപ്പെട്ടതാണ്. നമുക്ക് ചട്ടിയിലൊക്കെ നല്ല ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. റേറ്റ് വരുന്നത് 380 രൂപയാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. അടുത്തത് ഈ കാണുന്ന ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയിൽപ്പെട്ട പ്ലാന്റ് ആണ്. ഇത് നമുക്ക് വെള്ളത്തിലും അതുപോലെ തന്നെ മണ്ണിലും, ഇനി ഇത് രണ്ടും വേണ്ട നമുക്ക് ചട്ടിയിൽ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ലീഫി പ്ലാന്റ് ആണ്. റേറ്റ് വരുന്നത് 30 രൂപയാണ്. അടുത്തത് ഒരു വെറൈറ്റി പൂമരമാണ് കേട്ടോ. നാഗലിംഗത്തിൻ്റെ പ്ലാന്റുകളാണ്. നാഗലിംഗം അത്യാവശ്യം മരമായിട്ട് പോകുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. ഇത് ഈ പാക്കറ്റോട് കൂടിയായിരിക്കും അയക്കുന്നത്. ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. 100 രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത്. അടുത്തത് ശ്രീലങ്കൻ മുല്ലയുടെ തൈകളാണ്. മുല്ലയുടെ വെറൈറ്റിയിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഫ്ലവേഴ്സ് ആയിരിക്കും. നിറച്ച് പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. സീസണില്ലാതെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ്. ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ്. ചട്ടിയിലും നിലത്തും നമുക്ക് ഒരുപോലെ വളർത്തിയെടുക്കാം. അടുത്തത് കറിവേപ്പിൻ്റെ തൈകളാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിവേപ്പിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഈ വലുപ്പത്തിലുള്ള തൈകളാണ്. റേറ്റ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. മഴ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുകയും ചെയ്യും. റേറ്റ് വരുന്നത് 50 രൂപയാണ്. അടുത്തത് മെഡിസിനൽ പ്ലാന്റായ കരിമഞ്ഞളിൻ്റെ തൈകളാണ് കേട്ടോ. ഇതുപോലുള്ള കരിമഞ്ഞളിൻ്റെ തൈകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇതിൻ്റെ മൂട്ടിൽ കിഴങ്ങുണ്ട്. കിഴങ്ങ് പ്ലാന്റായ തൈകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 60 രൂപയാണ്. ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. ഇതാണ് പ്ലാന്റ് സൈസ്. അടുത്തത് അഗ്ലോണിമയുടെ 2 വെറൈറ്റികളാണ്. അപ്പോൾ ഇതും നമുക്ക് സെയിലിനായിട്ടുണ്ട്. പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 60 രൂപയാണ്. അടുത്ത വെറൈറ്റി ഈ കാണിക്കുന്നതാണ് കേട്ടോ. ഇതിനും റേറ്റ് വരുന്നത് 60 രൂപയാണ്. ഗ്രീൻ ലീഫിൽ ഇതുപോലുള്ള ഒരു വൈറ്റ് ലൈനും കൂടി വരുന്നുണ്ട്. ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. റേറ്റ് വരുന്നത് 60 രൂപ. അടുത്തത് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. നമ്മുടെ അശോകത്തെറ്റിയുടെ തൈകളാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള അശോകത്തെറ്റിയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. റേറ്റ് വരുന്നത് 60 രൂപയാണ്. പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ്. ഇനി അടുത്ത് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ക്രോട്ടൻ്റെ ഒരു 3 വെറൈറ്റി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ കാണിക്കുന്നതൊക്കെയാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത് 45 രൂപയാണ് കേട്ടോ. ഫസ്റ്റ് വെറൈറ്റി ഇതാണ്. രണ്ടാമത്തെ വെറൈറ്റി ഈ കാണിക്കുന്നതാണ്. യെല്ലോയും ഗ്രീനും കൂടിയൊക്കെ മിക്സായിട്ട് വരുന്ന ഒരു കളറാണ്. ചട്ടിയിലും നിലത്തും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അടുത്ത മൂന്നാമത്തെ വെറൈറ്റി ഇതാണ് കേട്ടോ. ഇതൊരു കേളി ടൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത് 45 രൂപ വീതമാണ്. അടുത്തത് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന സയാഗ്ര പാമിൻ്റെ തൈകളാണ്. ഇതുപോലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. റേറ്റ് വരുന്നത് 40 രൂപയാണ് കേട്ടോ. ഈ വലുപ്പത്തിലുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. റേറ്റ് വരുന്നത് 40 രൂപ. അടുത്തത് ഫിലോഡെൻഡ്രോൺ ബ്രസീലിൻ്റെ തൈകളാണ് കേട്ടോ. അപ്പോൾ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 40 രൂപയാണ്. ഇത് നമുക്ക് സ്റ്റിക്കൊക്കെ വെച്ചിട്ട് പടർത്തി വളർത്താം. ഇല്ലെങ്കിൽ ഒരു ഹാങ്ങിങ് പോട്ടിൽ ഹാങ്ങിങ് ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും.
അടുത്തത് നന്ദിയാർ വട്ടത്തിൻ്റെ തൈകളാണ് കേട്ടോ. മിനിയേച്ചർ നന്ദിയാർ വട്ടമാണ്. ബോർഡറായിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി ചട്ടിയിലൊക്കെ ബുഷായിട്ട് വളർത്തിയെടുക്കണമെങ്കിൽ അങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 45 രൂപയാണ്. നല്ല ബുഷായിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. വെളുത്ത ഫ്ലവേഴ്സ് നിറച്ചുണ്ടാകും. അടുത്തത് ഫ്രൂട്ട് പ്ലാന്റായ സെഡാർ ബൈ ചെറിയുടെ തൈകളാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ഫ്രൂട്ടുകളായിരിക്കും. സ്ഥല സൗകര്യം ഇല്ല എന്ന് പറയുന്നവർക്ക് ചെടിച്ചട്ടിയിലൊക്കെ നമുക്ക് ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 100 രൂപയാണ്. അടുത്ത കുഞ്ഞിലെ തന്നെ കായ്ച്ചു തുടങ്ങുന്ന മൽബറിയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 50 രൂപ. അടുത്തത് പേരയുടെ ഒരു വെറൈറ്റിയാണ്. ചൈനീസ് പേരയാണ്. ഈ ലീഫ് കാണുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഫ്രൂട്ടുകളും കുഞ്ഞു ഫ്രൂട്ടായിരിക്കും, പക്ഷേ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചൈനീസ് പേരയുടെ തൈകൾ ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 80 രൂപയാണ് കേട്ടോ. അടുത്തത് ഫ്രൂട്ട് പ്ലാന്റായ ലില്ലി പില്ലിയുടെ തൈകളാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ലില്ലി പില്ലിയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 90 രൂപയാണ്. ഇത് നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റും. സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ നിലത്ത് നടുന്നതാണ് നല്ലത്. അപ്പോൾ സീസണില്ലാതെ ഫ്രൂട്ട് വരുന്നൊരു പ്ലാന്റാണ്. ഓർണമെൻ്റൽ പ്ലാന്റായിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വളർത്താം. അടുത്തത് ഫ്രൂട്ട് പ്ലാന്റായ ഞാവലിൻ്റെ തൈകളാണ് കേട്ടോ. ഇത് ബ്ലാക്ക് കളർ ഫ്രൂട്ട് ഉണ്ടാകുന്ന ഞാവലിൻ്റെ തൈകളാണ്. ഹൈബ്രിഡ് വെറൈറ്റി, അതുപോലെ ബഡ് ചെയ്ത തൈകളാണ് കേട്ടോ. അപ്പോൾ പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ്. റേറ്റ് വരുന്നത് 150 രൂപ. അടുത്തതും വെറൈറ്റി ആയിട്ടുള്ള ഒരു പേരയാണ്. നമ്മുടെ സ്ട്രോബെറി പേരയുടെ തൈകൾ വീണ്ടും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 90 രൂപയാണ്. കുഞ്ഞു കുഞ്ഞു ഫ്രൂട്ടായിരിക്കും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടുകളാണ് ഇതിലുണ്ടാകുന്നത്. റേറ്റ് വരുന്നത് 90 രൂപ. അടുത്തത് മിൽക്ക് ഫ്രൂട്ടിൻ്റെ തൈകളാണ് കേട്ടോ. ഈ വലുപ്പത്തിലുള്ള എയർ ലെയർ ചെയ്ത മിൽക്ക് ഫ്രൂട്ടിൻ്റെ തൈകൾക്ക് റേറ്റ് വരുന്നത് 80 രൂപയാണ്. പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ്. ഫ്രൂട്ടിൻ്റെ പിക്ചർ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ്. അടുത്തതും ഒരു ഫ്രൂട്ട് വെറൈറ്റിയാണ്. അറക്കപ്പേര എന്ന പേരിൽ അറിയപ്പെടുന്ന ഫ്രൂട്ട് പ്ലാന്റിൻ്റെ തൈകളാണ്. ഈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 130 രൂപയാണ്. പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ്. ആവശ്യക്കാർ വേഗം തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 2 പേർക്ക് ഗിഫ്റ്റ് ആയിട്ട് പ്ലാന്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിനിയേച്ചർ വെറൈറ്റിയിൽപ്പെട്ട, അതായത് ഡ്രോപ്പ് വെറൈറ്റിയിൽപ്പെട്ട മുരായ പ്ലാന്റിൻ്റെ തൈകളാണ് നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിജയികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വിന്നറായിട്ട് വന്നിട്ടുള്ളത് സുനിത മോളാണ് കേട്ടോ. ഇതാണ് ID. സെക്കൻഡ് വിന്നറായിട്ട് വന്നിട്ടുള്ളത് ലവ് ബി TS എന്നറിയപ്പെടുന്ന ഈ കമൻറ്റിനാണ്. അപ്പോൾ നിങ്ങൾ 2 പേരും നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. പ്ലാന്റ്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വീണ്ടും നല്ല നല്ല പുതിയ ചെടികളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.